God. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. It's indeed a great joy to address the Malayalam worship, and I thank and praise God for this opportunity that God has given me to speak from the Word of God to you. ദൈവവചനത്തിൽ നിന്ന് ഈ മലയാളം ആരാധനയിൽ കടന്നു വന്ന് ശുശ്രൂഷിക്കുവാനും എനിക്ക് ലഭിച്ച ഈ അവസരത്തിനായിട്ട് പദവിക്കായിട്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. While I was studying the book of Joshua these days, my eyes got caught to Joshua chapter 7. ഈ ദിവസങ്ങളിൽ യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 7-ാം അധ്യായത്തിലേക്ക് എൻ്റെ ചിന്തകൾ പോയി. And I thought maybe that is where God wants me to speak to you on today. ഈ വേദഭാഗത്തിൽ നിന്നാണ് ദൈവം എന്നോട് ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. And while I was meditating, I learned a lot from Joshua chapter 7. ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ അധികമായി പഠിക്കുകയുണ്ടായി. It is a portion that I have learned from my very childhood. ഈ ഒരു വേദഭാഗം ഞാൻ ഒരു ശിശുവായ എന്റെ കുഞ്ഞിലെ മുതൽ അധികമായി പഠിച്ച ഒരു ഭാഗമാണ്. So I am pretty sure that everybody sitting over here has gone through this chapter at least 50 to 60 times in their lifetime by now itself. എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അവരുടെ ജീവിതത്തിൽ ഈ സമയമാകുമ്പോഴേക്കും 50-60 പ്രാവശ്യമെങ്കിലും ഈ വേദഭാഗം വായിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. But the beauty of the word of God is that every 50 times you learn something new. ദൈവവചനത്തിന്റെ മനോഹരിത എന്ന് പറയുന്നത് ഓരോ 50 പ്രാവശ്യം നാം വായിക്കുമ്പോൾ ഓരോ പുതിയ കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കും. So I'd like to start by reading Joshua chapter 7. അതുകൊണ്ട് ഞാൻ 7-ാം അധ്യായം യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ചുകൊണ്ട് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. If we talk about the context, we know that Joshua chapter 6 is about the victory of Israel in Jericho. യോശുവ ഈ ഇതിന്റെ പശ്ചാത്തലം നാം ചിന്തിക്കുമ്പോൾ യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം യെരിഹോവിന്റെ വീഴ്ച, യെരിഹോവിന്റെ മേൽ നേടിയ വിജയമാണ്. The people of Israel are very happy and they are basking in the glory of the victory against Jericho. യെരിഹോവിന് എതിരായിട്ട് നേടിയ ആ ഒരു വിജയത്തില് ഇസ്രായേൽ ജനം സന്തോഷമുള്ളവരും ആഹ്ലാദിക്കുന്നവരുമായിരുന്നു. The previous generation had thought that such a feat would be impossible to achieve. അവരുടെ മുൻ തലമുറ അങ്ങനെ ഒരു വലിയ കാര്യം ചെയ്യുന്നത് അസാധ്യമായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത്, and 40 years down the lane, God does a miracle that He splits Jordan, just like He split the Red Sea, and they have entered into the promised land, and now Jericho is at their feet. 40 വർഷം മുൻപ് ദൈവം അവർക്ക് വേണ്ടി ചെങ്കടലിനെ വിഭജിച്ചതുപോലെ യോർദാനെ വിഭജിച്ച് അവര് വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിച്ചു. Jericho was at their feet. യെരിഹോ അവരുടെ പാദത്തിന് കാൽക്കീഴായി. They are all confident now that the Lord is with them. അവർക്ക് എല്ലാം നല്ല ഉറപ്പായിരുന്നു, കർത്താവ് അവരോട് കൂടെയുണ്ട്. Now when we read in chapter 7 how they were thinking about Ai, it comes to my conclusion that Jericho was something only God could do, but Ai is something that maybe we can achieve with God's help. അവര് ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഹായിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരിങ്ങനെ ചിന്തിച്ചിരിക്കാം, യെരിഹോ പട്ടണം അത് ദൈവത്തിന് മാത്രം കീഴ്പ്പെടുത്തുവാൻ സാധ്യമായ ഒന്നായിരുന്നു, എന്നാല് ഹായ് പട്ടണം അവർക്ക് കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് അവർ ചിന്തിച്ചിരിക്കാം. എന്നാല് അതിന്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു പരാജയത്തിലേക്ക് അവർ നയിക്കപ്പെടുന്നു. If you read in the entire context of Israel during their entry into the promised land, this is the only defeat that they had to go through, and that marks a bad history in them. വാഗ്ദത്ത ദേശത്തേക്കുള്ള പ്രവേശനത്തിന്റെ ചരിത്രം നാം വായിക്കുമ്പോൾ ഈ ഒരു പരാജയം, ഈ ഒരു തോൽവി മാത്രമാണ് അവരുടെ ചരിത്രത്തില് നമ്മൾ കാണുന്നത്. Let's read Joshua chapter 7 verses 1 to 5. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. എന്നാൽ ഇസ്രായേൽ മക്കൾ ശപഥാർപ്പിത വസ്തു സംബന്ധിച്ച ഒരു അകൃത്യം ചെയ്തു. യഹൂദാ ഗോത്രത്തിൽ സേരഹിന്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ ശപഥാർപ്പിത വസ്തുവിൽ ചിലത് എടുത്തു. യഹോവയുടെ കോപം ഇസ്രായേൽ മക്കളുടെ നേരെ ജ്വലിച്ചു. യോശുവ യെരിഹോവിൽ നിന്ന് ബേഥേലിന് കിഴക്ക്
ബേഥേവേന്റെ സമീപത്തുള്ള ഹായിലേക്ക് ആളുകളെ അയച്ച് അവരോട് നിങ്ങൾ ചെന്ന് ദേശം ഉറ്റുനോക്കുവിൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് ഹായിയെ ഉറ്റുനോക്കി. യോശുവയുടെ അടുക്കൽ മടങ്ങി വന്ന് അവനോട്, ജനമെല്ലാം പോകണമെന്നില്ല, ഹായിയെ ജയിച്ചടക്കുവാൻ 2000-ഓ 3000-ഓ പോയാൽ മതി. സർവ്വജനത്തെയും അവിടേക്ക് അയച്ച് കഷ്ടപ്പെടുത്തേണ്ട, അവർ ആൾ ചുരുക്കമത്രേ എന്ന് പറഞ്ഞു. അങ്ങനെ ജനത്തിൽ ഏകദേശം 3000 പേര് അവിടേക്ക് പോയി. എന്നാൽ അവർ ഹായി പട്ടണക്കാരുടെ മുമ്പിൽ നിന്ന് തോറ്റോടി. ഹായി പട്ടണക്കാർ അവരിൽ 36ഓളം പേരെ കൊന്നു. അവരെ പട്ടണവാതിക്കൽ തുടങ്ങി ശബാരീം വരെ പിന്തുടർന്നു. മലഞ്ചെരുവിൽ വെച്ച് അവരെ തോൽപ്പിച്ചു. അതുകൊണ്ട് ജനത്തിന്റെ ഹൃദയം ഉരുകി വെള്ളം പോലെ ആയിത്തീർന്നു. Here we see that Israel plotted and planned and they considered the task easy at hand. നമ്മള് ഇവിടെ കാണുന്നത് ഇസ്രായേൽ മക്കള് ഹായി പട്ടണം പിടിക്കുവാൻ വേണ്ടി പദ്ധതികള് എല്ലാം ഒരുക്കി. But there's one thing missing over here. എന്നാൽ ഒരു കാര്യം ഇവിടെ നമ്മൾ കാണാതെ പോകുന്നു. Not once it is seen that they sought the Lord in this. ഈ ഒരു കാര്യത്തില് ഒരിക്കൽ പോലും അവര് കർത്താവിൽ നിന്ന് കാര്യങ്ങൾ അന്വേഷിച്ചില്ല. Of course they were a huge number. They were around 6 lakh men. തീർച്ചയായിട്ടും ഒരു വലിയ ഒരു ജനസംഖ്യയായിരുന്നു, 6 ലക്ഷത്തിലധികം പുരുഷന്മാര്. So it might have come to around 24 to 30 lakh people altogether. ഏകദേശം 30-34 ലക്ഷം വരെ ആളുകൾ മൊത്തത്തിൽ ഉണ്ടായിരുന്നു. Out of that they considered Ai to be a small town of 12,000 people and they took only 3,000 men. അതിൽ നിന്ന് ഹായ് 10-12,000 ജനസംഖ്യയുള്ള ഒരു പട്ടണമായിരുന്നു. അതുകൊണ്ട് ഹായ് പിടിക്കുവാന് 2000 ആളുകളുമായിട്ട് അവർ പോയി. 3,000 men, man strength plus God's strength. They thought it would be equal to 12,000. 3000 പുരുഷന്മാരുടെ ശക്തിയും ദൈവത്തിന്റെ ശക്തിയും അത് മതി ഹായിയെ പിടിക്കുവാൻ 10,000-ഉള്ള. But what they forgot was they didn't seek the Lord. എന്നാൽ അവര് മറന്നുപോയ വിസ്മരിച്ച ഒരു കാര്യം, അവര് ദൈവത്തോട് ചോദിച്ചില്ല. How often we do this in our life? എത്ര പ്രാവശ്യം നാം നമ്മുടെ ജീവിതത്തിൽ ഇക്കാര്യം ചെയ്യാറുണ്ട്? I consider in my profession itself, I consider something. When a patient comes with fever, I just say, okay, I can treat you with paracetamol, some antibiotic, and it will go. And many times I've seen that whenever I have trusted in my own strength, the patient has come back to me with some other complication. എന്റെ തന്നെ ജോലിയില് പലപ്പോഴും ഒരു രോഗി എന്റെ അടുത്തേക്ക് പനിയുമായിട്ട് വരുമ്പോൾ, ഇത് സാരമില്ല, പനിയല്ലേ, ഞാൻ എന്റേതായ അറിവില് ചികിത്സിച്ചാൽ മതി, പാരസെറ്റമോളോ കൂടി ചികിത്സിച്ചാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ചികിത്സിച്ചു വിടുമ്പോൾ മിക്കപ്പോഴും എന്റെ അനുഭവത്തില് അദ്ദേഹം വേറെന്തെങ്കിലും പ്രശ്നവുമായിട്ട് മടങ്ങി വരുന്നതായി കാണാം. Let's look into our church sphere. നമ്മുടെ സഭയുടെ മേഖലയിലേക്ക് നമുക്ക് നോക്കാം. How many times we don't consider several ministries as important, or maybe we consider them easy, that we go and do it at our strength and utterly fail. എത്രയോ പ്രാവശ്യം പല ശുശ്രൂഷകളും വളരെ എളുപ്പമുള്ളതാണ് എന്ന് കരുതി കണ്ടിട്ട് നമ്മുടേതായ ആ ശക്തിയിൽ പോയി ചെയ്യുകയും അത് പരാജയപ്പെടുന്നതായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നു. We conduct big missionaries conferences, we conduct big conferences, and we bask in the glory of how God has led many people to the Lord, and then we see that we fail miserably at something that we considered easy. പലപ്പോഴും നമ്മൾ വലിയ സുവിശേഷ യോഗങ്ങളും മിഷണറി പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യാറുണ്ട് നമ്മുടേതായ ശക്തികളിൽ. അതിൽ അനേകം രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും പലപ്പോഴും അത് വലിയ പരാജയമായി തീരുന്നത് when we consider small ministries or something that seems easy, we don't pray about it and we go forward and we fail. പലപ്പോഴും ചെറിയ ശുശ്രൂഷകള് നമ്മൾ വളരെ എളുപ്പമുള്ളതായി കണ്ട് പ്രാർത്ഥിക്കാതെ പോയി ചെയ്യുമ്പോൾ അത് പരാജയപ്പെടുന്നതായി കാണുന്നു. We always depend on our previous experiences to gauge how God would help us in the next one. പലപ്പോഴും നമ്മുടെ മുന്നമേയുള്ള ആ ദൈവാനുഭവം നിന്നുകൊണ്ട് മുന്നോട്ടുള്ള കാര്യത്തില് നമ്മൾ ദൈവത്തെ ആശ്രയിക്കാതെ പോയി ചെയ്യുന്നു. Every ministry, small or big, is a new experience, and we each time have to seek the Lord in whatever we are doing. എല്ലാ ശുശ്രൂഷകളും ചെറുതോ വലുതോ പുതിയതായിട്ടുള്ള അനുഭവങ്ങൾ നാം അത് ചെയ്യുന്നതിന് മുൻപായിട്ട് ദൈവത്തോട് ചോദിച്ചിട്ട് വേണം ചെയ്യുവാൻ. Now after this defeat, we read from verse 6 to verse 9 how the leadership took this. ഈ പരാജയത്തിന് ശേഷം 6 മുതൽ 9 വരെ ഉള്ള വാക്യങ്ങള് എങ്ങനെയാണ് നേതൃത്വം ഈ പരാജയത്തെ സമീപിച്ചതെന്ന് നാം കാണുന്നു. യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിന്റെ മുൻപിൽ
അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് സന്ധ്യ വരെ സാഷ്ടാംഗം വീണ് കിടന്നു. അയ്യോ കർത്താവായ യഹോവേ, ഞങ്ങളെ നശിപ്പിക്കുവാൻ അമോര്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നീ ഈ ജനത്തെ യോർദാനിക്കരെ കൊണ്ടുവന്നത് എന്ത്? ഞങ്ങൾ യോർദാനക്കരെ പാർത്തിരുന്നെങ്കിൽ മതിയായിരുന്നു. യഹോവേ, ഇസ്രായേൽ ശത്രുക്കൾക്ക് പുറം കാട്ടിയ ശേഷം ഞാൻ എന്തു പറയേണ്ടു? കാനന്യരും ദേശനിവാസികളൊക്കെയും കേട്ടിട്ട് ഞങ്ങളെ ചുറ്റിവളഞ്ഞ് ഭൂമിയിൽ നിന്ന് ഞങ്ങളുടെ പേര് മായ്ച്ചു കളയുമല്ലോ. എന്നാൽ നീ നിന്റെ മഹത്തായ നാമത്തിനു വേണ്ടി എന്ത് ചെയ്യും എന്ന് യോശുവ പറഞ്ഞു. And I read through this portion very quickly. And it took me at least 5 times to realize about what Joshua was doing. ഈ ഒരു വേദഭാഗം ഞാൻ വായിച്ചപ്പോൾ വളരെ പെട്ടെന്ന് ഞാൻ വായിച്ചു. എന്നാൽ 5 പ്രാവശ്യം എടുത്തു യോശുവ ഇതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നെന്ന് ഗ്രഹിക്കുവാൻ വേണ്ടി. Like maybe 2 or 3 weeks back, we were listening to Thomas speaking from Nehemiah. 2-3 ആഴ്ച മുമ്പ് തോമസ് ബ്രദർ നെഹമ്യായുടെ പുസ്തകത്തിൽ നിന്ന് സംസാരിക്കുന്നത് നാം കേട്ടു. And we heard about Acts, ACTS. നമ്മൾ കേട്ടു ആക്സ് എന്ന ACTS എന്ന ചുരുക്ക പേരിനെ കുറിച്ച്. Adoration, confession, thanksgiving and supplication. ആരാധന, ഏറ്റുപറച്ചില്, നന്ദി, പ്രാർത്ഥന, യാചനകൾ. None of these were there in this prayer. എന്നാൽ ഇതൊന്നും ഇവിടുത്തെ ഈ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നില്ല. I'll go through the 3 verses that Joshua said, the 3 words, the 3 different aspects that Joshua has been dealing with. ഇവിടെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. യോശുവ പറയുന്ന 3 കാര്യങ്ങളെ കുറിച്ച്. Alas, O Lord God, why did you ever bring this people over the Jordan? Is it only to deliver us into the hand of the Amorites to destroy us? If only he had been willing to dwell beyond the Jordan. അയ്യോ കർത്താവായ യഹോവേ, ഞങ്ങളെ നശിപ്പിക്കുവാൻ അമോര്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ട നീ ജനത്തെ യോർദാനി ഇക്കരെ കൊണ്ടുവന്നത് എന്ത്? Oh Lord, didn't I tell you that this will happen? Didn't I tell you that I had a better plan to stay beyond Jordan? ഞാൻ ഇത് നിന്നോട് പറഞ്ഞില്ലായിരുന്നു? ഞങ്ങൾക്ക് ഇതിലും നല്ലൊരു പദ്ധതി ഉണ്ടായിരുന്നില്ല യോർദാന്റെ മറുകരയിൽ തന്നെ താമസിക്കുവാനായിട്ട്. Aren't you the great God who can give us the land beyond Jordan? Why did you before Jordan? Why did you why did you bring us beyond Jordan to occupy and go through the shade? ദൈവമേ, നീ യോർദാന് അപ്പുറത്ത് മറുകരയില് ഞങ്ങൾക്ക് അവകാശം തരുവാൻ മതിയായവനായ ദൈവമല്ലായിരുന്നു. ഇതിന് എന്തിനാണ് ഈ യോർദാൻ കടത്തി ഞങ്ങളെ ഇക്കരെ കൊണ്ടുവന്നത്? ഞങ്ങളുടെ ലജ്ജയ്ക്കായിട്ട്. This is a sort of blaming. ഇത് ഒരു തരം പഴിചാരൽ ആണ്. You have brought us here, then you take responsibility of it. നീയാണ് ഞങ്ങളെ ഇക്കരെ കൊണ്ടുവന്നത്, അതിനാൽ അങ്ങ് തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. Israel to occupy the promised land was more about God himself than about Israel occupying it. ഇസ്രായേൽ ദേശത്തെ അവകാശമാക്കി അവിടെ വസിക്കുന്നത് ഇസ്രായേലിനേക്കാൾ ഉത്തരവാദിത്വം ദൈവത്തിനായിട്ടാണ് അവിടെ കാണുന്നത്. It was more of Israel's necessity. It was more of God's necessity than Israel himself. അത് കൂടുതൽ ദൈവത്തിന്റെ ആവശ്യമായിട്ട് ആണ് ഇസ്രായേലിന്റെ ആവശ്യത്തെക്കാൾ അധികമായിട്ട്. I see myself in this position several times. ഈ ഒരു സ്ഥാനത്ത് പലപ്പോഴും ഞാൻ എന്നെ കാണാറുണ്ട്. Let's go to the next verse that Joshua said. അടുത്ത വാക്യം യോശുവ പറഞ്ഞ അതിലേക്ക് പോവാം. Oh Lord, what can I say since Israel has turned their back before their enemies? യഹോവേ, ഇസ്രായേൽ ശത്രുക്കൾക്ക് പുറം കാട്ടിയ ശേഷം ഞാൻ എന്തു പറയേണ്ടു? Oh Lord, why didn't you act? കർത്താവേ, നീ എന്തുകൊണ്ടാണ് പ്രവർത്തിക്കാഞ്ഞത്? If you are strong enough and if you claim to be who you are, why didn't you act? നീ ശക്തിയുള്ള ദൈവവും നീ അവകാശപ്പെടുന്നത് പോലെ ഉള്ള ആളുമാണ്, എന്തുകൊണ്ട് അവിടുന്ന് പ്രവർത്തിച്ചില്ല? Let's go to the next verse that Joshua said. For the Canaanites and all the inhabitants of the land will hear of it, and they will surround us and cut off our name from the earth. And what will you do for your great name? 9ാമത്തെ വാക്യത്തിലേക്ക് പോകും. കാനാന്യരും ദേശനിവാസികളൊക്കെയും കേട്ടിട്ട് ഞങ്ങളെ ചുറ്റിവളഞ്ഞ് ഭൂമിയിൽ നിന്ന് ഞങ്ങളുടെ പേര് മായ്ച്ചു കളയുമല്ലോ. എന്നാൽ നീ നിന്റെ മഹത്തായ നാമത്തിന് വേണ്ടി എന്ത് ചെയ്യും എന്ന് യോശുവ പറഞ്ഞു. You have brought shame on us, and you are now considered to be a shame in the entire world. അവിടുന്ന് ഞങ്ങളുടെ മേൽ ലജ്ജ കൊണ്ടുവന്നിരിക്കുന്നു. ഇവ ലോകത്തിൽ മൊത്തം അവിടുത്തെ നാമത്തിനും അത് ലജ്ജയായി തീരും.
Where Joshua went wrong was that he was continuously blaming God in this situation. ഇവിടെ യോശുവ തെറ്റിപ്പോയത് എവിടെയാണെന്ന് ചോദിച്ചാല് ഈ ഒരു സാഹചര്യത്തില് അവൻ തുടർമാനമായിട്ട് ദൈവത്തെ പഴിചാരുകയായിരുന്നു. If we look into it, it is not only Joshua but the elders of Israel also included. ഇത് ഈ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ അവിടെ യോശുവ മാത്രമല്ലായിരുന്നു, ഇസ്രായേൽ മൂപ്പന്മാരൊക്കെയും അത് തന്നെയാണ് ചെയ്തത്. Several times we fail to realize that when things go wrong, it is not God who is to be blamed, but it is our lack of having sought the Lord in the situation. മിക്കപ്പോഴും കാര്യങ്ങൾ തെറ്റിപ്പോകുമ്പോൾ, കുഴഞ്ഞു മറിയുമ്പോൾ അത് ദൈവത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, മറിച്ച് നമ്മൾ ദൈവത്തിൽ നിന്ന് ആലോചന ചോദിക്കാതിരുന്നത് കൊണ്ട് സംഭവിച്ചതാണ്. In this passage, what I could learn was, brothers and sisters, every time something unexpected happens, let us turn to the Lord in reverence and ask Him what He wants to teach us through this, or where have we gone wrong in this personally. ഈ ഒരു വേദഭാഗത്ത് നിന്ന് സഹോദരി സഹോദരന്മാരെ ഞാൻ പഠിച്ച ഒരു കാര്യം, പലപ്പോഴും കാര്യങ്ങൾ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് നീങ്ങാതെ പോകുമ്പോൾ, പരാജയങ്ങൾ വരുമ്പോൾ ദൈവത്തെ കുറ്റം പറയാതെ, ദൈവത്തെ പഴിചാരാതെ എവിടെയാണ് നമുക്ക് തെറ്റിപ്പോയതെന്ന് ദൈവത്തോട് ചോദിക്കേണ്ടിയിരിക്കും എന്നാണ് നല്ലത്. I'd like to read from verse 10 to verse 15. 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യഹോവ യോശുവയോട് അരുളിച്ചെയ്ത്, എഴുന്നേൽക്കുക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണു കിടക്കുന്നത് എന്തിന്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എന്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. അവർ ശപഥാർപ്പിതം എടുത്തിരിക്കുന്നു. അവർ മോഷ്ടിച്ചു മറവ് ചെയ്ത് തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വെച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കുകയില്ല. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറയുക, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. ഇസ്രായേലെ, നിന്റെ നടുവിൽ ഒരു ശാപം ഉണ്ട്. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കി കളയും വരെ ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കുവാൻ നിനക്ക് കഴിയുകയില്ല എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ രാവിലെ ഗോത്രം ഗോത്രമായി അടുത്തു വരണം. യഹോവ പിടിക്കുന്ന ഗോത്രം കുലം കുലമായി അടുത്തു വരണം. യഹോവ പിടിക്കുന്ന കുലം കുടുംബം കുടുംബമായി അടുത്തു വരണം. യഹോവ പിടിക്കുന്ന കുടുംബം ആളാം പ്രതി അടുത്തു വരണം. ശാപതാർപ്പിത വസ്തുവോടുകൂടെ പിടികൂടുന്നവനെയും അവനുള്ള സകലത്തെയും തീയിൽ ഇട്ട് ചുട്ടുകളയണം. അവൻ യഹോവയുടെ നിയമം ലംഘിച്ച് ഇസ്രായേലിൽ വഷളത്വം പ്രവർത്തിച്ചിരിക്കുന്നു. Now, this is not something new that God was dealing with. ഇത് ദൈവം കൈകാര്യം ചെയ്യുന്ന ഒരു പുതിയ സംഭവമല്ല. From the beginning of mankind, this is what God has ever been dealing with. മനുഷ്യരാശിയുടെ ആരംഭം മുതൽ ഈ ഒരു കാര്യമാണ് ദൈവം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്, Sin. പാപം. So I'd like to bring out certain characters of how God deals with sin in this case. ഈ സ്ഥലത്ത് എങ്ങനെയാണ് ദൈവം പാപത്തെ കൈകാര്യം ചെയ്യുന്നത് കാണിക്കുവാൻ വേണ്ടി ചില വ്യക്തിത്വങ്ങളെ എടുത്തു കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. At this point of time, Joshua and the elders have no idea that there is sin in Israel. ഈ ഒരു ഭാഗത്ത് യോശുവായ്ക്കും മൂപ്പന്മാർക്കും ഇസ്രായേലിൽ പാപമുണ്ട് എന്നതിനെ കുറിച്ച് ഒരു ആശയവുമില്ലായിരുന്നു. But verse 11 makes it clear that God knew about this sin. എന്നാൽ 11-ാം വാക്യം വളരെ വ്യക്തമാക്കുകയാണ്, ദൈവത്തിന് ഈ പാപത്തെ കുറിച്ച് അറിയാമായിരുന്നു. And God hates this. ദൈവം ഇതിനെ വെറുക്കുകയും ചെയ്യുന്നു. Please turn with me to Proverbs chapter 15 verse 3. സദൃശവാക്യം 15-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് എന്നോടുകൂടെ തിരിയുക. Proverbs 15:3. സദൃശവാക്യം 15-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക്. യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. I'd also like to read Hebrews chapter 4 verse 13. എബ്രായ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം നമുക്ക് വായിക്കാം. അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല,
സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. So there is no running away from God in this aspect. ഈ ഒരു കാര്യത്തില് ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കാമെന്ന ഒരു കാര്യമേ ഇല്ല. He knows everything. He knows that there is sin. ദൈവത്തിന് എല്ലാ കാര്യവും അറിയാം. അവിടെ പാപവും ഉണ്ടെന്ന് ദൈവത്തിന് അറിയാം. And he hates the presence of sin. ദൈവം പാപത്തിന്റെ സാന്നിധ്യത്തെ വെറുക്കുകയും ചെയ്യുന്നു. When we read Proverbs chapter 6 verses 16 to 19, സദൃശവാക്യം 6-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 16-ാം വാക്യം, 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവന് അറുപ്പാകുന്നു. So there are several things that God hates, specifically mentioned in the Bible, but in general, whatever it is all about sin in general. അനേക കാര്യങ്ങൾ ദൈവം വെറുക്കുന്നു. എന്തൊക്കെയായിരുന്നാലും പൊതുവായിട്ട് പാപത്തെ ദൈവം വെറുക്കുന്നു. So God knows about our sin and God hates our sin. ദൈവത്തിന് നമ്മുടെ പാപത്തെ കുറിച്ച് അറിയാം. നമ്മുടെ പാപത്തെ ദൈവം വെറുക്കുകയും ചെയ്യുന്നു. Now if we turn to verse 14 and 15 from Joshua chapter 7 verse 14 and 15, യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 14-16 വാക്യത്തിലേക്ക് നാം തിരിയുകയാണെങ്കിൽ, verse 15 particularly, it shall be that the one who is taken with the things under the ban shall be burned with fire. 15-ാം വാക്യം പ്രത്യേകിച്ചും, ശബദാർപ്പിത വസ്തുവോടുകൂടെ പിടിപെടുന്നവനെയും അവനുള്ള സകലത്തെയും തീയിലിട്ട് ചുട്ടുകളയണം. God has a plan for our sins. ദൈവത്തിന് നമ്മെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. God has a plan for our sins. ദൈവത്തിന് നമ്മുടെ പാപത്തെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. If we see here, what I found very intriguing or very interesting is that the name of Achan has not been mentioned here. ഇവിടെ നമ്മളെ താല്പര്യപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ സാഹചര്യത്തില് ആഖാനെ കുറിച്ച് ആഖാന്റെ പേര് പോലും പറഞ്ഞിട്ടില്ല. Now when we read through what I told you, that the population was around 24 lakh to 30 lakh and the families were huge, the number of tribes itself are 12 in number. Now to come to this point of Achan would not be a one-day solution. I don't know how many days it took. Anyway, it could not be so fast enough. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ ജനസംഖ്യ അന്നേരം 30 മുതൽ 34 ലക്ഷം വരെയാണ്. 12 ഗോത്രങ്ങളുമുണ്ട്. ഈ ഒരു പ്രത്യേക കുടുംബത്തിലേക്ക് വരുവാന് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഒരു ദിവസം കൊണ്ട് നടന്നാണ് ഞാൻ വിചാരിക്കുന്നില്ല. ചിലപ്പോൾ ദിവസങ്ങൾ എടുത്തിരിക്കാം. And I found something very interesting, that verse 15 was a play of words by the Lord. എനിക്ക് വളരെ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, 15-ാം വാക്യം വാക്കുകളുടെ ഒരു മറിമായമാണ് നമ്മളിവിടെ കാണുന്നത്. It shall be that the one who is taken with the things under the ban shall be burned. ശബദാർപ്പിത വസ്തുവോടുകൂടെ പിടിപെടുന്നവനെയും അവനുള്ള സകലത്തെയും തീയിലിട്ട് ചുട്ടുകളയണം. So wasn't there a clause for confession? That means if Achan had come with the things, he would not be killed, at least by God. അവിടെ ഏറ്റുപറച്ചിലിനായിട്ട് ഒരു അവസരം അവിടെ ഉണ്ടോ? അവൻ മോഷ്ടിച്ച വസ്തുവുമായി വന്ന് ദൈവത്തിന്റെ മുൻപാകെ ഏറ്റു പറഞ്ഞിരുന്നുവെങ്കിൽ അവൻ രക്ഷിക്കപ്പെടുമായിരുന്നു. So God did not want to burn down Achan and the entire family. ദൈവത്തിന് ആഖാനെയും അവന്റെ കുടുംബത്തെ മൊത്തമായിട്ട് തീയിട്ട് കളയണമെന്ന് ഇല്ലായിരുന്നു. Please turn with me to Psalm chapter 32 verse 5. എന്നോടുകൂടെ 32-ാം സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യത്തിലേക്ക് തിരിയുക. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചു വെച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. God is not a contradiction of the Bible by any chance. ദൈവം ഒരു വിരോധാഭാസത്തിന്റെ ദൈവമല്ല. There is one thing that is very sure about God, that he is a constant and a faithful God. ദൈവത്തെ കുറിച്ച് ഒരു കാര്യം ഉറപ്പായിട്ട് നമുക്ക് പറയുവാൻ കഴിയുന്നത്, അവൻ സ്ഥിരതയുള്ള ഒരു ദൈവം. So if the Bible has told me that he would have forgiven Achan,
I'm pretty sure that that would have been the case. ആ, If Bible tells me that he would have forgiven Achan, I'm pretty sure that that would have. ദൈവവചനം പറയുകയാണ് ആഖാനെ അവൻ ക്ഷമിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കും. So where Achan went wrong was that he was caught with the things under the bed. ആഖാന് തെറ്റിപ്പോയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവന് നിരോധിക്കപ്പെട്ട ആ വസ്തുവുമായിട്ട് പിടിക്കപ്പെട്ടു എന്നുള്ളതാണ്. That is why I said that God has a plan for our sins. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മുടെ പാപത്തെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. Verse 15 again completely tells that God will punish our sin. 15-ാം വാക്യം പറയുന്നത് ദൈവം നമ്മുടെ പാപത്തെ ശിക്ഷിക്കും എന്നുള്ളതാണ്. Verse 11 and 12 again when we read, my covenant which I have commanded thee, and they have even taken some of the things under the ban, and have both stolen and deceived. And at verse 12 and we'll read, I will not be with you anymore until you destroy the things under the ban from your midst. 11-ാം വാക്യം വായിക്കുന്നു, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എന്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു, അവർ ശപഥാർപ്പിതം എടുത്തിരിക്കുന്നു, അവർ മോഷ്ടിച്ച് മറവ് ചെയ്ത് തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വെച്ചിരിക്കുന്നു. 12-ാം വാക്യം, ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടി ഇരിക്കുകയില്ല. So sin affects those around us. അതിനാൽ പാപം നമ്മുടെ ചുറ്റുപാടുമുള്ളവരെയും ബാധിക്കുന്നു. It is not only Achan who was suffering because of the sin, but it was the entire Israel who paid the price for it. ആഖാൻ മാത്രമല്ല പാപത്തിൻ്റെതായ കഷ്ടതയിലൂടെ സഹനത്തിലൂടെ കടന്നുപോയത്, അതിന് ഇസ്രായേൽ മൊത്തം അതിന് വില നൽകേണ്ടി വന്നു. And because of that they couldn't conquer a small city like Ai, so it hindered God's work. ഈ പാപമുഖാന്തരം ആയി എന്ന ചെറുപട്ടണത്തെ അവർക്ക് പിടിക്കുവാൻ പറ്റിയില്ല, അതിന് വലിയ വില നൽകേണ്ടി വന്നു. Now one thing that again caught my eye was verse 30, that sin will always be dealt with. വീണ്ടും ഒരു കാര്യം എന്റെ കണ്ണുകളെ പിടിച്ചത് 13-ാം വാക്യത്തില് പാപം എപ്പോഴും കൈകാര്യം ചെയ്യപ്പെടും. Whether it is by ourselves or God, it has to be addressed. അത് ഒന്നുകിൽ ദൈവത്താൽ അഭിസംബോധന ചെയ്യപ്പെടും, അല്ലാതെ നമ്മളെ തന്നെ അഭിസംബോധന ചെയ്യപ്പെടും. It is not something that God will just hear and just shun his eyes off because he is my child, I am not going to deal with it and just take the next step. അത് ഇങ്ങനെ ആയിരിക്കത്തില്ല. അത് അവൻ എന്റെ മകനാണ് അല്ലെ മകളാണ്, അതുകൊണ്ട് ഞാൻ ഇത് കൈകാര്യം ചെയ്യുകയില്ല എന്ന് ദൈവം പറയത്തില്ല. So it will be dealt with. അത് നിശ്ചയമായിട്ടും കൈകാര്യം ചെയ്യപ്പെടും. So there were 7 things that I brought out. God knows our sins, God hates our sins, God has a plan for our sins, God punishes sins. ദൈവത്തിന് നമ്മുടെ പാപത്തെ അറിയാം, ദൈവത്തിന് നമ്മുടെ പാപത്തെ കൈകാര്യം ചെയ്യും, ദൈവം നമ്മുടെ പാപത്തെ ശിക്ഷിക്കും. These are the several things that I would like to see from these verses. Now we come to the main portion of what I wanted to share from Joshua chapter 7, verses 16 to 26. ഈ പല കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ നിന്ന് യോശുവയുടെ പുസ്തകത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. Mainly verse 19 to 21. 16 മുതൽ 26 വരെയുള്ള വാക്യങ്ങള്, അതിൽ പ്രധാനമായിട്ടും 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നതായിരിക്കും. യോശുവ ആഖാനോട്, മകനെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റു പറയുക, നീ എന്ത് ചെയ്തു എന്ന് പറയുക, എന്നോട് മറച്ചു വയ്ക്കരുത് എന്ന് പറഞ്ഞു. ആഖാൻ യോശുവയോട്, ഞാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് പിഴച്ച് ഇന്നത് ചെയ്തിരിക്കുന്നു സത്യം. ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായ ഒരു ബാബിലോന്യ മേലങ്കിയും 200 ശെക്കെൽ വെള്ളിയും 50 ശെക്കെൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ടു മോഹിച്ച് എടുത്തു. അവ എന്റെ കൂടാരത്തിന്റെ നടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു, വെള്ളി അടിയിലാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. After this is when Joshua sent the messengers and found this hidden under his tent.
ഇതിനുശേഷം യോശുവ ദൂതന്മാരെ അയച്ച് ഈ മോഷ്ടിച്ച വസ്തുക്കള് ആഖാന്റെ കൂടാരത്തിന്റെ നടുവില് കുഴിച്ചിട്ടിരിക്കുന്നത് കണ്ടെത്തി. Verse 21 has 4 parts of how a man can sin. 21-ാം വാക്യത്തിന് ഒരു മനുഷ്യന് എങ്ങനെ പാപം ചെയ്യാമെന്നതിന്റെ 4 ഭാഗങ്ങൾ കാണാൻ കഴിയും. Verse 21, when I saw, 21-ാം വാക്യം, ഞാൻ കണ്ടപ്പോൾ, I coveted, ഞാൻ അത് ആഗ്രഹിച്ചു, I took them, ഞാൻ എടുത്തു, and I concealed. ഞാൻ അത് മറച്ചു വെച്ചു. 4 steps to any sin. ഏത് പാപത്തിനോടും ഉള്ള 4 പടികൾ. You see, നിങ്ങൾ കാണുന്നു, you are enticed by your own mind. നിങ്ങളുടേതായ മനസ്സ് അതേക്കുറിച്ച് ആഗ്രഹം പ്രാപിക്കുന്നു. You covet, അത് മോഹിക്കുന്നു. you take, എടുക്കുന്നു, and then you keep it hidden. എന്നിട്ട് അത് മറച്ചു വെക്കുന്നു. God does want to address all of this. ദൈവം ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. Please turn with me James chapter 1 verses 13 to 15. James 1 verses 13. എന്നോടുകൂടെ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള വാക്യത്തിലേക്ക് തിരിയുക. James 1:13. 1-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. എന്റെ പ്രിയ സഹോദരന്മാരെ, so here also we read how this sequence of sin is played. ഇവിടെയും എങ്ങനെയാണ് പാപത്തിന്റെ ഓരോ പടികളും എന്നത് I വിശദീകരിക്കുന്നു. see, I covet, I take, and I hide. ഞാൻ കണ്ട് മോഹിച്ച് ഞാൻ എടുത്ത് മറച്ചു വെക്കുന്നു. Didn't Achan just put our confession also into place? ആഖാന്റെ ഏറ്റുപറച്ചില് നമ്മുടെയും ഏറ്റുപറച്ചില് പോലെയല്ലേ? Sometimes when we get caught with this and we say I couldn't resist myself, I just couldn't help it. ചില അവസരത്തില് നമ്മളെ പിടിക്കപ്പെടുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയും, ഞാനത് കണ്ട് എനിക്ക് അതിനോട് പറ്റില്ല എന്ന് പറയുന്നതിന് വരെ അത് മോഹിച്ച് എടുത്തു എന്ന്. But I'd like to turn your attention to who this Achan is. എന്നാൽ ആരാണ് ഈ ആഖാൻ എന്നതിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. Let's turn to Joshua chapter 6 verses 15 to 17. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങള്. 7-ാം ദിവസമോ അവർ അതികാലത്ത് അരുണോദയത്തിൽ എഴുന്നേറ്റ് പട്ടണത്തെ ആ വിധത്തിൽ തന്നെ 7 പ്രാവശ്യം ചുറ്റി. അന്നു മാത്രം അവർ പട്ടണത്തെ 7 പ്രാവശ്യം ചുറ്റി. 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളം ഊതിയപ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞതെന്തെന്നാൽ, ആർപ്പിടുവിൻ, യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ പട്ടണവും അതിലുള്ളതൊക്കെയും യഹോവയ്ക്ക് ശബ്ദാർപ്പിതമായിരിക്കുന്നു. എങ്കിലും രാഹാബ് എന്ന വേശ്യ നാം അയച്ച ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ അവളും അവളോടുകൂടെ വീട്ടിലുള്ള എല്ലാവരും ജീവനോടിരിക്കട്ടെ. Wasn't Achan also among the entire crowd of Israel? ഇസ്രായേൽ ജനക്കൂട്ടത്തിന്റെ കൂടെ ആഖാനും ഇല്ലായിരുന്നു. When they shouted, what did they shout? അവര് അട്ടഹസിച്ചപ്പോൾ എന്താണ് അവര് എരിഹോയ്ക്ക് എതിരായിട്ട് ആർപ്പിട്ടപ്പോൾ എന്തിനെ കുറിച്ചാണ് ആർപ്പിട്ടത്? God has given us Jericho. ദൈവം എരിഹോവെ തന്നിരിക്കുന്നു. I have not done anything. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. But God has given me Jericho. എന്നാൽ ദൈവം എരിഹോവെ എനിക്ക് തന്നിരിക്കുന്നു. Achan also shouted. ആഖാനും അത് തന്നെയാണ് ആർപ്പിട്ടത്. This God has given us Jericho. ഈ ദൈവം എരിഹോവിനെ എനിക്ക് തന്നിരിക്കുന്നു. So he was among the entire crowd of Israel who experienced the victory of Israel just as the entire Israel had experienced. ആഖാന് ഇസ്രായേൽ ജനക്കൂട്ടത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇസ്രായേൽ ജനക്കൂട്ടം ദൈവത്തെ അനുഭവിച്ചറിഞ്ഞതുപോലെ തന്നെ ആഖാനും ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ആളാണ്. He saw Jordan split. അവൻ യോർദാൻ രണ്ടായി പിളർന്നത്, വിഭജിക്കപ്പെട്ടത് കണ്ടതാണ്. He saw that a town which could not be
brought down to its feet, was brought down to its feet by just shouting. ഒരു പട്ടണം ആർപ്പിനാല് അത് തകർത്ത് കളയുവാൻ കഴിയില്ല എന്ന് അവൻ കണ്ടത് ആർപ്പ് ഇട്ടുകൊണ്ട് തന്നെ അത് തകർന്ന് തരിപ്പണമാകുന്നത് കണ്ടതാണ്. He saw that this God can work miracles that we can never imagine. അവന് ഈ ദൈവം നമുക്ക് ചിന്തിക്കുവാനും ഊഹിക്കുവാനും കഴിയാത്ത തരത്തിലുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ് എന്ന് കണ്ടതാണ്. He knew that he was a special king. അവനറിയാമായിരുന്നു അവന് ഒരു പ്രത്യേക മകനാണ്. He knew that he was the chosen among the entire world. He was chosen by God. ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ഈ ലോകത്തിലുള്ള എല്ലാവരെക്കാളും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് താനെന്ന് അവനറിയാമായിരുന്നു. He knew that he was the son of Israel. അവനറിയാമായിരുന്നു താൻ ഇസ്രായേലിന്റെ ഒരു മകനാണെന്നും. He lost the point. എന്നാൽ അവന് വസ്തുതയെല്ലാം നഷ്ടപ്പെട്ടു പോയി. Verse 18, 19 and 24 clearly tells how God wanted to separate the things from Jericho. It said that utterly destroy everything in Jericho except the silver bronze that belonged to the treasury of the Lord. 18, 19, 24 വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ദൈവം പറയുന്നുണ്ട് യെരിഹോ പട്ടണത്തിലുള്ളതെല്ലാം നിർമൂലമാക്കി കളയണമെന്ന്. വെള്ളിയും പൊന്നും ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടുമുള്ള പാത്രങ്ങള് ഒഴികെ ബാക്കിയെല്ലാം നിർമൂലമാക്കി കളയണമെന്ന് ദൈവം പറഞ്ഞു. And those things would belong to the treasury of the Lord. അത് ദൈവത്തിന്റെ ഭണ്ഡാരത്തിൽ ആലയത്തിലെ ഭണ്ഡാരത്തിന്റേത് ആയിരുന്നു. If we read verse 21 chapter 7, we see that he called it a spoil. എന്നാൽ 21 വാക്യത്തില് 7 അധ്യായത്തില് ആഖാന് പറയുന്നത് അത് കൊള്ളയുടെ കൂട്ടത്തിലുള്ള ഒരു വിശേഷ വസ്തു. Something that was meant to be that in the treasury of the Lord, how Achan sees it as a spoil. ദൈവത്തിന്റെ ആലയത്തിലെ ഭണ്ഡാരത്തിലായിരിക്കേണ്ട ആ വസ്തുക്കളെ ആഖാൻ കാണുന്നത് കൊള്ളയുടെ ഒരു ഭാഗമായിട്ടാണ്. Oh, that is where he went wrong. അവിടെയാണ് അവന് തെറ്റിപ്പോയത്. It is not his sight that went wrong. It is his concept of what he was seeing that went wrong. അവന്റെ കാഴ്ചയല്ല തെറ്റിപ്പോയത്, അവൻ ആ കാഴ്ചയിൽ കണ്ടതിനെ കുറിച്ചുള്ള അവന്റെ ആ ചിന്തയാണ് തെറ്റിപ്പോയത്. God has given me Jericho. I have seen everything that the Lord has done. This belongs to me. ഞാൻ കണ്ടു യെരിഹോവിനെ ദൈവം എനിക്ക് തന്നു. ദൈവം യെരിഹോവിലെ എന്താ ചെയ്തു എന്നാല് ഈ കാര്യം എന്റേതാണ്. Sometimes we also miss the point of many things. ചില അവസരങ്ങളിൽ നമ്മളും പല കാര്യങ്ങളുടെയും പ്രധാന വസ്തുതകൾ മറന്നു വിട്ടുപോകുന്നു. In the church, in the fellowship, we see how God works through it all. കൂട്ടായ്മയില് സഭയില് ദൈവം എങ്ങനെയാണ് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് we might be basking in how God has provided for us, how God has led us, how God has led this church, how the worship is so beautiful, how we are enjoying God's presence while we are here, but we are not seeing it spiritually. പലപ്പോഴും നമ്മള് ഇങ്ങനെ വലിയ പ്രശംസയൊക്കെ നടത്തുമായിരിക്കും. ദൈവം എങ്ങനെയാണ് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നത്, എങ്ങനെയാണ് ഞങ്ങളെ നടത്തുന്നത്, ഞങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുന്നത്, ദൈവം എങ്ങനെയാണ് ഞങ്ങളുടെ നടുവിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക. എന്നാൽ ആത്മീയമായിട്ട് പലപ്പോഴും അത് കാണുന്നതിൽ നാം പരാജയപ്പെട്ടു പോകും. We should understand that around 24 lakh people saw it and only Achan's family could not see it. നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ഏകദേശം 24 ലക്ഷം കുടുംബങ്ങള് അത് കണ്ടു, എന്നാൽ ആഖാന്റെ കുടുംബം മാത്രം അത് കണ്ടില്ല. That is where it went wrong. The sight started going wrong. അവിടെയാണ് തെറ്റിപ്പോയത്, അവിടെയാണ് അവന്റെ കാഴ്ച തെറ്റിപ്പോകുവാൻ തുടങ്ങിയത്. And hence he coveted something wrong. അതിനാല് അവന് തെറ്റായിട്ടുള്ള ചില കാര്യങ്ങളെ മോഹിക്കുവാൻ തുടങ്ങി. If you look into our lives, how many times we covet positions, power, money in the spiritual ministry that we are involved in? നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കി പരിശോധിക്കുകയാണെങ്കിൽ എത്ര പ്രാവശ്യമാണ് സ്ഥാനങ്ങൾക്കും അധികാരങ്ങൾക്കും പണത്തിനും വേണ്ടി ശുശ്രൂഷയില് നമ്മൾ മോഹിക്കുന്നത്. Oh, our sight has gone wrong. നമ്മുടെ കാഴ്ച തെറ്റിപ്പോയി. We are not spiritually available where God wanted us to. ദൈവം നാം എവിടെ ആണ് ആയിരിക്കേണ്ടതെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ആത്മീയമായിട്ട് നമ്മൾ തെറ്റിപ്പോകുന്നു. Sometimes we take it and we hide among the other fellowships, other fellow believers. ചില സമയത്ത് നാം അത് എടുത്ത് നമ്മുടെ കൂട്ടുവിശ്വാസികളിൽ നിന്നും നാം മറച്ചു വെക്കുന്നു.
Today, brothers, God wants us to address the loss of sight that we have, the covets that we do, the positions that we take, and the things that we hide because we know that it is sinful, and yet we are not spiritually available for the Lord. ഇന്ന് നാം കാണേണ്ട ഒരു കാര്യം, നമ്മൾ മോഹിക്കുന്ന കാര്യങ്ങള്, നമ്മൾ എടുക്കുന്ന കാര്യങ്ങള്, നമ്മൾ മറച്ചു വെക്കുന്ന കാര്യങ്ങള്, നമ്മൾ പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന ആ ആത്മീയ തലം കാണാതെ ചെയ്യുന്ന പ്രവർത്തികൾ. The entire Israel had seen the victory over Ai, but Achan had made them lose it. ഇസ്രായേൽ ജനം മുഴുവൻ ആയിയുടെ മേലുള്ള ജയത്തെ കണ്ടു, എന്നാൽ ആഖാൻ അത് പരാജയപ്പെടുത്തി. Now if we again read, let's again see the play of word in verse 5. അഞ്ചാം വാക്യത്തിലുള്ള വാക്കുകളുടെ പ്രയോഗം നമ്മൾ വീണ്ടും കാണുകയാണെങ്കിൽ, it is not 36 men but about 36 men. അത് 36 പേരല്ല, ഏകദേശം 36 പേര്. So we don't know whether it was 50 or it was 30. അതിനാൽ 30 ആണോ 50 ആണോ എന്ന് നമുക്ക് നിശ്ചയമില്ല. But let me tell you one thing, that these men were promised to see the promised land of God. These men were promised to see the promised land. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ മനുഷ്യരെ, ഇവരെ വാഗ്ദത്ത ദേശത്തെ കാണുവാൻ വേണ്ടി വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്നവരാണ്. The loss of spiritual sight of just one in the camp made them lose 36 precious souls. ഒരു വ്യക്തിയുടെ ആ കാഴ്ചപ്പാടിന്റെ വൈകല്യം മൂലം 36 പേരുടെ വാഗ്ദത്തം പ്രവേശിക്കാതിരിക്കാൻ കാരണമായി. Let's be vigilant with our hearts. അതിനാൽ നമ്മുടെ ഹൃദയത്തെ നമുക്ക് സൂക്ഷ്മതയോടുകൂടെ കാത്തു പരിപാലിക്കണം. Achan had all the time to come back to God, but he did not take God seriously. ആഖാന് ദൈവത്തിന്റെ അടുത്തേക്ക് മടങ്ങി വരുവാന് ആവശ്യത്തിലധികം സമയമുണ്ടായിരുന്നു, എന്നാൽ അവൻ അത് ഗൗരവമായിട്ട് എടുത്തില്ല. As a church, let us individually bow down and see if we are having an Achan's heart somewhere in our life. സഭയായിട്ട് വ്യക്തിപരമായിട്ട് നമ്മുടെ തലകളെ മടക്കി നമുക്ക് പരിശോധിക്കാം, നമ്മളുടെ ജീവിതത്തിൽ ആഖാന്റെ ഹൃദയം എവിടെയെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന്. Let us learn through each of our victories how God wants to see it through us. ഓരോ ജയവും ദൈവം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലൂടെ അത് കാണുവാൻ ആഗ്രഹിക്കുന്നതെന്ന് പരിശോധിക്കാം. Every victory has its lesson. ഓരോ ജയത്തിനും അതിൻ്റെതായ പാഠങ്ങളുണ്ട്. And we need to see God in every aspect of our ministry, small or big. നമ്മള് ദൈവത്തെ നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും, വലുതും ചെറുതുമായ എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തെ കാണേണ്ടിയിരിക്കുന്നു. അവന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിന്റെ മുൻപാകെയായിരുന്നു യോശുവയുടെ പുസ്തകത്തിൽ നിന്നും ആഖാന്റെ പാപത്തെ കുറിച്ച് നാം ചിന്തിച്ചു. ദൈവവചനത്തിൽ നിന്ന് നാം കേട്ട